കഥ ഭർത്താവ് ഭാഗം 41. വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ടതോടെ തലചീകിക്കൊണ്ടിരുന്ന ചീപ്പ് മേശപ്പുറത്തേക്കിട്ട ശേഷം ശ്യാം സുന്ദർ വന്ന് വാതിൽ തുറന്നു. അവൻ പുറത്തോട്ടോ മറ്റോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് സുന്ദരേശന് തോന്നി. എന്താ അച്ഛാ? ശ്യാം സുന്ദർ വാതിൽപ്പാളികളിൽ പിടിച്ചുകൊണ്ട് നിന്ന് ചോദിച്ചു. നിനക്ക് ആഹാരം വേണ്ടേ? നിന്റെ അമ്മ പറഞ്ഞു നീ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെന്നില്ലെന്ന്. അയാൾ മകനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഞാനൊന്ന് കിടന്ന് മഴങ്ങിപ്പോയി. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ അച്ഛാ, പിന്നെ ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. ഇത്ര ധൃതി വെച്ച് നിനക്ക് എവിടെ പോകാനാ? കൃത്യസമയത്ത് തന്നെ എവിടേക്കെങ്കിലും ചെല്ലാമെന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അയാൾ അവന് സൂക്ഷിച്ചൊരു നോട്ടം നോക്കി. അച്ഛൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനവൻ മറുപടി പറയാനും നിന്നില്ല. ശ്യാം സുന്ദർ ചെന്ന് ഷർട്ട് മാറി പുതിയതൊരെണ്ണം ധരിച്ചും കൊണ്ട് ഇറങ്ങി വരുമ്പോഴും സുന്ദരേശൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പോയില്ലേ? ആഹാരം ഞാൻ വന്നിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞതാണല്ലോ അച്ഛാ. അവൻ ഷർട്ടിൻ്റെ കൈകൾ അലസമായി മുകളിലേക്ക് തെറുത്തു കയറ്റി വെച്ചു. ഞാൻ നിന്നോട് ചോദിച്ചത് അതല്ലല്ലോ, നീ എവിടെ പോവാണെന്നല്ലേ? ശ്രീലേഖയുടെ അടുത്തേക്ക് പോവാനാണോടാ നീ? ആണെങ്കിൽ നിനക്കത് പറഞ്ഞാലെന്താ? അച്ഛനിപ്പോൾ എന്താ അറിയേണ്ടത്? ഞാൻ എവിടേക്ക് പോകുന്നെന്നോ? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നു. മതിയോ? അവൻ അസ്വസ്ഥതയോടെ മുഖം കുടഞ്ഞു. നീ ഇനി എവിടെ പോകണമെങ്കിലോ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. നിന്നെ കണ്ട് എന്തോ സംസാരിക്കാനായി 1-2 പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്നിട്ട് പോയാൽ മതി നീ. ഉത്തരവിടും മട്ടിൽ സുന്ദരേശൻ പറഞ്ഞു. എന്നെ കാണാൻ ആൾക്കാർ വരുന്നോ? ആര് പറഞ്ഞ അച്ഛനോടിത്? എന്നെ കാണാൻ ആരാ ഇങ്ങോട്ട് വരുന്നത്? അവൻ സംശയത്തോടെ അയാളെ നോക്കി. നീ ഈ വീട്ടിലുണ്ടെന്ന് അറിയാവുന്നവർ ആരാണോ അവരായിരിക്കും. ആരായിരിക്കണം ഇപ്പോൾ നിന്നെ തേടി ഇവിടേക്ക് വരേണ്ടത്? ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുമില്ല. നീ എന്തിനാണ് മറ്റുള്ളവരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്? അവർ സ്വമേധയാ നീ ഇരിക്കുന്നിടം തേടിപ്പിടിച്ച് വന്നോളുമല്ലോ. ഇനി വരുന്നത് പോലീസാണോ പട്ടാളമാണോ എന്ന് നോക്കിക്കൊണ്ടാൽ മതി. ശ്യാം സുന്ദറിന് ഓരോ ചലനങ്ങളും നോക്കി നിന്ന അയാൾ പറഞ്ഞു. അച്ഛനത് വിട്ടുകളാ. പോലീസൊന്നും പട്ടാളമൊന്നും ഒക്കെ കേട്ടാൽ പേടിച്ച് നിക്കറിൽ മുള്ളി പോകുന്നവനല്ല അച്ഛൻ്റെ മോനെന്ന് അച്ഛനാരും പറഞ്ഞു തരേണ്ടല്ലോ അല്ലേ? പിന്നെ ഈ വീട്ടിൽ പോലീസുകാർ കയറി ചവിട്ടി തേക്കേണ്ട തെറ്റൊന്നും ശ്യാം സുന്ദർ ചെയ്തിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഞാൻ അച്ഛൻ്റെ കാരുണ്യത്തിന് വേണ്ടി വന്നു നിന്ന് കൊഞ്ചാനും പോകുന്നില്ല. സുന്ദരേശന് അത് കേട്ടിട്ട് ദേഷ്യമാണ് വന്നത്. എത്ര അഭിമാനത്തോടെയാണ് മകൻ തൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് വിവരക്കേട് വിളിച്ചു പറയുന്നത്. അവനതിന് ഇത്രയ്ക്കും ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പക്ഷേ കാരണക്കാർ തങ്ങൾ കൂടി ആയിരിക്കും. ഇല്ലടാ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? കുറച്ചപ്പുറത്ത് മാറി അവരുടെ സംസാരം തെളിച്ചിരുന്ന ചന്ദ്രിക അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഓ, ഇവിടെ എങ്ങാണ്ട് വന്ന് ഒളിഞ്ഞു നിന്നിട്ടായിരുന്നോ ഭർത്താവിനെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ എൻ്റെ അടുത്തേക്ക് വിട്ടത്? അതിരിക്കട്ടെ, രണ്ടാളുമേ ഉള്ളോ? അതോ മകൾ വടിയും കൊണ്ട് ആക്രമിക്കാൻ അപ്പുറത്ത് മറഞ്ഞു നിൽപ്പുണ്ടോ? നീ നന്നാവൂലടാ. ഒരു കാലത്ത് നീ നന്നാവാൻ പോകുന്നില്ല. മകനൊന്ന് നന്നായി പോയിക്കോട്ടെ എന്ന് കരുതി ഒരു ജീവിതമുണ്ടാക്കി കൊടുത്തപ്പോൾ അവനതെല്ലാം താറുമാറാക്കിയിട്ട് വന്ന് ഒളിച്ചിരിക്കുന്നു. ഒരു പാവം പെണ്ണിൻ്റെ കണ്ണീര് കൂടി ഈശ്വരൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരുമല്ലോടാ ദുഷ്ട, നീ കാരണം. അമ്മ ഒരു കണക്കും ആരോടും പറയാൻ നിൽക്കണ്ട. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം. ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നോളാൻ പറയേ. കണക്ക് ചോദിക്കാൻ വരുന്ന ഒരു പുല്ലൻ്റെയും മുമ്പിൽ നിന്ന് ശ്യാം ഒളിച്ചോടിയ ചരിത്രമില്ല. അതിനി ഏത് പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ നിന്നാണെങ്കിലും പോലും. എൻ്റെ മോൻ അതിനുവേണ്ടി ഒരു പൊന്നു തമ്പുരാനെ അന്വേഷിച്ച് നടക്കേണ്ട. അതിനുള്ള ആൾദേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞെ, അവസാന ചാൻസാണ് ഇത് എൻ്റെ മോന് രക്ഷപ്പെടാൻ. അവർ പറയാൻ പോകുന്നതിന് മറുത്തൊന്നും പറയാൻ നിൽക്കല്ലേ. ഒത്തുപോകാൻ പറ്റുമെങ്കിൽ എൻ്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും അത് ചെയ്യും.
നിനക്ക് നിൻ്റെ ഈ ആരോഗ്യവും തണ്ടും തടിയും കണ്ടുകൊണ്ടിട്ടുള്ള അഹങ്കാരമാണെങ്കിൽ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ചന്ദ്രിക പറഞ്ഞു നിർത്തിയതും പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. സുന്ദരേശനും ചന്ദ്രികയും പരസ്പരം നോക്കി. അവരാണെന്ന് തോന്നുന്നു മതി ഉപദേശിച്ചത്. ഇനി ഇവനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. തീരുമാനമെടുക്കേണ്ടവർ അവരല്ലേ. അവർ പറയുന്നതെന്തോ അതെങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തേക്കുക. തിരിഞ്ഞു നിന്ന് അയാൾ മകനെ ഒരു തവണ കൂടി നോക്കിയ ശേഷം ചന്ദ്രികയെയും കൂട്ടി പുറത്തേക്ക് ചെന്നു. ഗോപിനാഥനും സുരേഷ് കുമാറും ഓട്ടോയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിരുന്നു. ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരുന്ന് പൊന്നച്ചനെ നോക്കി സുരേഷ് കുമാർ തിരക്കി. നീ ഇറങ്ങുന്നില്ലേ? ഇറങ്ങി വാടാ. പൊന്നച്ചൻ ഓട്ടോയുടെ ചാവിയേരി പോക്കറ്റിലിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞോ നിങ്ങൾ? കയറിയൊരു ഗോപിനാഥ. സുന്ദരേശൻ ഇറങ്ങി വന്ന് അതിഥികളെ അകത്തേക്ക് ക്ഷണിച്ചും കൊണ്ടുപോയി ഇരുത്തി. അടുത്തുനിന്ന ഭാര്യയോട് അയാൾ അവർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഇളയ മകൾ വന്നിട്ടുണ്ടേ. അവനെ കാണാൻ മകൾ ഗീതവും വന്നിട്ടുണ്ട്. അവൾ പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞങ്ങ് പോകും. അവൾ താമസിക്കുന്നത് കല്ലിശ്ശേരിയിലാണ്. കുറച്ച് ദൂരം പോയാൽ മതി. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങണമല്ലോ എന്ന് കരുതി സുന്ദരേശൻ തുടക്കമിട്ടു. ഓരോ വാചകങ്ങളും അയാൾ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും നോക്കിയാണ് പറഞ്ഞത്. അവരുടെയൊന്നും മുഖങ്ങളിൽ ഒരു തെളിച്ചവും കാണാതായതോടെ സംഭവം കടുങ്കട്ടിയാണെന്ന് സുന്ദരേശന് മനസ്സിലായി. മകനില്ലേ ഇവിടെ? ശ്യാംസുന്ദർ, ശ്രീലേഖയുടെ ഭർത്താവ്, സുരേഷ് കുമാർ ചോദിച്ചു. ഉണ്ട്. പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് ആൾ. നിങ്ങൾ വരുന്നത് കൊണ്ട് കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ. ചേട്ടാ, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സുഖവിവരങ്ങളും വിശേഷങ്ങളുമൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ ഗോപിച്ചേട്ടൻ്റെ വാർഡിൻ്റെ മെമ്പറാണ്. ഇത് പൊന്നച്ചൻ. ഓട്ടോ ഓടിക്കുന്നെങ്കിലും പഞ്ചായത്തിൽ ചെറിയൊരു ജോലിയുണ്ട് ഇവന്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഗോപിച്ചേട്ടൻ നിങ്ങളെ വിവരങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ. അതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും പേർ മാത്രം ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഇതിനൊരു പരിഹാരമാകില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരനെ വിളിക്ക്, ശ്യാമിനെ. നമുക്ക് എല്ലാവർക്കും ഒരു സദസ്സിലിരുന്ന് സംസാരിക്കാം. സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊക്കെ നോക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ. ഇത് നമുക്ക് അയാളോടൊന്ന് ചോദിച്ചറിയാം. ചന്ദ്രിക 4 ഗ്ലാസുകളിൽ തണുത്ത നാരങ്ങാ വെള്ളവുമായി വന്നപ്പോൾ ട്രേ ടീപ്പോയ്ക്ക് മീതെ വെച്ചിട്ട് പോയി ശ്യാംസുന്ദരനെ വിളിച്ചു കൊണ്ടുവരാൻ സുന്ദരേശൻ പറഞ്ഞു. അവർ പോയിട്ട് അതേപോലെ തിരികെ വന്നു. അവനെവിടെ? ചന്ദ്രികയുടെ കൂടെ ശ്യാമിനെ കാണാഞ്ഞ് സുന്ദരേശൻ ചോദിച്ചു. ചന്ദ്രിക തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. അവർക്ക് പിന്നിലായി ശ്യാംസുന്ദർ വരുന്നുണ്ടായിരുന്നു. അവനൊപ്പം തന്നെ വിനുവുമുണ്ട്. ശ്യാംസുന്ദർ വന്ന് ഗോപിനാഥനെതിരെ അച്ഛൻ്റെ അരികിലായി ഒരു കസേരയിൽ വന്നിരുന്നു. ശ്രീലേഖയുടെ ചെറിയച്ഛൻ ഗോപിനാഥൻ. മുമ്പിലിരിക്കുന്നവരെ അയാൾ മകന് പരിചയപ്പെടുത്തി. ചെറിയച്ഛനോ? ഇങ്ങനെ ചെറുതും വലുതുമായി വേറെയും അച്ഛന്മാരുണ്ടായിരുന്നോ? ഏതായാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അത് പരിഹാസമാണെന്ന് ഗോപിനാഥന് മനസ്സിലായി. ഇവരൊക്കെയോ? ശ്യാംസുന്ദർ സുരേഷ് കുമാറിനും പൊന്നച്ചനും നേരെ വിരൽ ചൂണ്ടി. ഇതവിടുത്തെ പഞ്ചായത്ത് അംഗം, മറ്റേത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സുന്ദരേശനാണ് മകൻ അവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവന്മാരോടൊന്നും ഊരും പേരുമല്ല ഞാൻ അച്ഛനോട് തിരക്കിയത്. ശ്രീലേഖയുടെ ചെറിയച്ഛൻ ഇങ്ങോട്ട് വന്നത് എന്തിനെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വഴിയമ്പമ്പലെ പോലെ കണ്ടവന്മാരൊക്കെ വന്നു കയറി നമ്മുടെ വീട്ടിനുള്ളിൽ ഞെളിഞ്ഞിരിക്കുന്നത് എന്തിന് വേണ്ടിയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ശ്യാംസുന്ദറിൻ്റെ സ്വരം മുറുകി. അവന് മുമ്പിലിരിക്കുന്നവരുടെ മുഖം വിളറിപ്പോയിരുന്നു. ശ്യാമേ,
അവർ എൻ്റെ കൂടെ വന്നതാ. ഞാൻ വിളിച്ചിട്ട് അവർ വന്നത്. എനിക്കൊരാവശ്യമുണ്ടായിട്ട് എന്നെ സഹായിക്കാൻ. ഗോപിനാഥൻ പറഞ്ഞു. തൻ്റെ കൂടെ വന്നവരെ അത്ര പരസ്യമായി അപമാനിച്ചത് അയാൾക്ക് തെല്ലും ഇഷ്ടപ്പെട്ടില്ല. എന്ത് സഹായത്തിന് വന്നവരാണെങ്കിലും അക്ഷരം ശബ്ദിക്കാതെ അവിടെ ഇരുന്ന് കാഴ്ച കണ്ടോണം. അല്ലാതെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും അഭിപ്രായം തിരികെ കയറ്റി കൊണ്ടുവന്നാൽ രണ്ടിനെയും കോളറിൽ തൂക്കിയെടുത്ത് ഞാൻ പുറത്തു കളയും. കേട്ടല്ലോ? ശ്യാംസുന്ദർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ശ്യാമേ, ഇതെന്ത് വർത്തമാനമാ ശ്യാം പറയുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ശ്യാമുമായി വഴക്കിടാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ശ്യാമിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനോ അല്ല. ശ്യാം അതാദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. പൊന്നച്ചൻ അവൻ്റെ സംസാരം തീരെ പിടിച്ചില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലാതെ മറ്റൊരു മനുഷ്യൻ എന്ന മര്യാദ പോലും അവൻ തങ്ങൾക്ക് തരാഞ്ഞത് അയാളെ തെല്ലു ചൊടിപ്പിച്ചു. ശ്യാംസുന്ദർ മനസ്സിലാക്കിയിടത്തോളം ഒന്നും നീ രണ്ടും മനസ്സിലാക്കിയിട്ടില്ലടോ. അല്ലായിരുന്നെങ്കിൽ നീ രണ്ടും വന്ന് ഇവിടെ എങ്ങനെ ബിംബം പോലെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഇനി ഒന്നുകൂടി ഒരു സന്ധിക്കും ഒരു ഒത്തുതീർപ്പിനും ഒരു ബന്ധവും ഒരു നേതാവും ഈ വീടിൻ്റെ പടി കടന്നു വരാൻ പാടില്ല. ഇത് ശ്യാംസുന്ദർ. ശ്യാംസുന്ദരെ ചോദ്യം ചെയ്യാനും പറഞ്ഞു തിരുത്താനുമൊന്നും ഒരുത്തനും വളർന്നിട്ടില്ല. ശ്യാം എടുക്കുന്ന തീരുമാനമാണ് ശ്യാമിൻ്റെ തീരുമാനം. ശ്യാംസുന്ദർ ഇരുന്നിടത്ത് നിന്നും എണീറ്റു. ശ്യാം വരും പോകും. അത് ശ്യാമിൻ്റെ ഭാര്യയുടെ അടുത്ത്, ശ്യാമിൻ്റെ ഭാര്യ വീട്ടിൽ. അതിനെ തടഞ്ഞു കളയാമെന്ന്, ശ്യാമിനെ തിരുത്തി കളയാമെന്നും എന്തെങ്കിലും മോഹം ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും പേട്ട് തലയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേര്. ആ സൈസൊന്നും ശ്യാമിനിപ്പോൾ എടുക്കുന്നില്ല. അവൻ മുഖത്തിൻ്റെ ഒരു പകുതി കൊണ്ട് ചിരിച്ച ശേഷം തിരിഞ്ഞു നടന്നു. ശ്യാംസുന്ദർ, നിങ്ങൾ പോകരുത്. പൊന്നച്ചൻ പെട്ടെന്ന് ചാടി എണീറ്റു. അവന് ശ്യാമിനെ അവിടെ പിടിച്ച് നിർത്തണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ബലമായി അവിടേക്ക് ഇരുത്തണം. പിന്നെ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവൻ്റെ മുഖത്ത് നോക്കി പറയണം. അവസാനം ഇതൊക്കെ അനുസരിച്ചാൽ നിന്റെ ജീവിതത്തിന് കൊള്ളാമെന്ന് കൂടി ഒരു ഭീഷണി പോലെ കൂട്ടിച്ചേർക്കണം. പക്ഷേ തങ്ങൾ ഇവിടെ നിസ്സഹായരാണ്. പൊന്നച്ചൻ വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞുപോലും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. നിങ്ങളോട് ശ്യാമേട്ടൻ പറഞ്ഞത് കേട്ടില്ലടോ. പിന്നെ എന്തിനാ വെറുതെ കിടന്ന് തൊള്ള തുറക്കുന്നത്? വിനു ദേഷ്യത്തോടെ പറഞ്ഞു. സർവകോപവും കയ്യിൽ ഞെരിച്ചു പിടിച്ചുകൊണ്ട് വിനുവിനെ അവർ കലിയോടെ നോക്കി. ഒരടിയായിരുന്നു, ഒരൊറ്റയടി. അവൻ്റെ കരണം തീർത്തു കൊടുത്താൽ ഇവൻ്റെ സർവ്വ അഹങ്കാരവും തീരും. പൊന്നച്ചൻ്റെ സ്വഭാവം അറിയാവുന്നതിനാൽ സുരേഷ് കുമാർ എണീറ്റ് അവൻ്റെ തോളിൽ കൈയിട്ടു. വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ശ്യാം പോയല്ലോ, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. സുരേഷ് കുമാർ അവനെ പിടിച്ചും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. പോകുമ്പോൾ ഒന്നുകൂടി പൊന്നച്ചൻ തിരിഞ്ഞു വിനുവിനെ നോക്കി. കൂടെ വന്നവർ ഇറങ്ങുന്നത് കണ്ട് ഗോപിനാഥനും എണീറ്റു. സുന്ദരേശൻ എണീറ്റ് അയാളുടെ കയ്യിൽ പിടിച്ചു. ഗോപി, ഞാൻ അവനോട് സംസാരിക്കാം. പെട്ടെന്ന് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതുകൊണ്ടാകും അവനിങ്ങനെ. ഗോപിനാഥൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന സുന്ദരേശൻ്റെ കൈ എടുത്തു മാറ്റി. ഇനി എത്ര ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവൻ നോക്കണ്ടേ? അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഗോപിനാഥൻ പുറത്തേക്ക് നടന്നു. കുറച്ച് സമയത്തിനകം ഒരു ഓട്ടോ സ്റ്റാർട്ടാക്കുന്ന ശബ്ദവും ആ ഒച്ച അകന്നകന്നു പോകുന്ന സ്വരവും സുന്ദരേശൻ കേട്ടു. തുടരും കഥയുടെ അടുത്ത ഭാഗം.